മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരു നേരമെങ്കിലും എൻ്റെ മഹാദേവ എന്ന് മനസ്സർപ്പിച്ചു നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നത് നേർവഴി മാത്രമായിരിക്കും. ഭക്തരെ, നിങ്ങൾ തളരാനല്ല ഈ ഭൂമിയിൽ വന്നത്. ജീവിതം വിട്ടുകളയാനുമല്ല വന്നത്. ലോകം കൈവിട്ടാലും മഹാദേവൻ നിങ്ങളെ കൈവിടില്ല. നിങ്ങളെ എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച ദുഃഖങ്ങൾ കാണാൻ ചിലപ്പോൾ ഈ ഭൂമിയിൽ ആർക്കും കഴിഞ്ഞെന്നും വരില്ല. ആ ഒരു സമയം നിങ്ങൾ തളർന്നു പോകരുത്. മറ്റാരേക്കാളും മഹാദേവനെ നിങ്ങളെ നന്നായി അറിയാം. ദേവൻ നിങ്ങളുടെ മനസ്സിലെ വേദനകളെ നന്നായി അറിയുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ ആ കണ്ണുനീർ തുടച്ച് ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങളുടെ അരികിൽ മഹാദേവൻ ഉള്ളതായി സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മഹാദേവനോട് തുറന്നു പറയുക. നിങ്ങൾ പറയുന്നതെല്ലാം മഹാദേവൻ കേൾക്കുന്നതായിരിക്കും. ഒരു യഥാർത്ഥ ഭക്തൻ്റെ മനസ്സിലാണ് സാക്ഷാൽ ഭഗവാൻ കുടികൊള്ളുന്നത്. അവരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. മനസ്സിൽ ആത്മാർത്ഥ ഭക്തിയുള്ളവർക്ക് ഈശ്വരനെ പൂജിക്കുന്നതിനു വേണ്ടി സ്വന്തം ആരാധ്യദേവൻ തന്നെ മുന്നിലുണ്ടാകണമെന്നത് അനിവാര്യമായ കാര്യമാണ്. അവർക്ക് സദാ തങ്ങളുടെ മനോനേത്രങ്ങളിലൂടെ അനുനിമിഷം ഭഗവത് ദർശനം പ്രാപ്തമാകുന്നു. അവരുടെ ഓരോ പ്രാണകണങ്ങളിൽ പോലും ഭഗവാനുണ്ടായിരിക്കും. ഭക്തരെ, സ്നേഹം സത്യമാണെങ്കിൽ അത് മരണം വരെ ഉണ്ടായിരിക്കും. പ്രണയത്തിലുമല്ല വിവാഹത്തിലുമല്ല സ്നേഹത്തിൻ്റെ മൂല്യം. സ്നേഹിക്കുന്ന മനസ്സുകളിലാണ്. മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം. ചേർത്തു പിടിക്കേണ്ട സമയത്ത് ചേർത്തു പിടിക്കണം. സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. ആവശ്യം കഴിഞ്ഞ് കിട്ടുന്നതെന്തും വിലയില്ലാത്തതാണ്. മുറിവുണ്ടാക്കുന്നവരെയല്ല, മരുന്നാകുന്നവരെയാണ് കൂടെ കൂട്ടേണ്ടത്. ആരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ്. പ്രയാസങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും കഷ്ടതകൾ വന്നാലും എല്ലാവർക്കും അഭയം പ്രാർത്ഥിക്കാൻ ഒരേ ഒരിടം ഈശ്വരസന്നിധി മാത്രമായിരിക്കും. ഒരുപാട് കാലങ്ങളായി ഒരു മാറ്റവും വരാത്ത മനുഷ്യരിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കരുത്. ഒരുപാട് വേദനിച്ചതിലുപരി കണ്ണുനിറച്ച സങ്കടങ്ങളെ ഓർത്ത് വീണ്ടും വീണ്ടും സങ്കടപ്പെടരുത്. സങ്കടപ്പെടുത്തിയ മനുഷ്യരിലേക്ക് വീണ്ടും പ്രതീക്ഷ അർപ്പിക്കുന്നതിനേക്കാൾ, വീണ്ടും സങ്കടങ്ങളെ തേടി പോകുന്നതിനേക്കാൾ നിങ്ങൾക്ക് ചുറ്റും സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് ഓർക്കുക. ശുദ്ധമായ വെള്ളം ഉണ്ടായിട്ടും അഴുക്കുവെള്ളത്തിൽ നിന്ന് തന്നെ ദാഹം അകറ്റണമെന്ന് തീരുമാനിച്ചാൽ പിന്നീടുള്ള അവസ്ഥകൾക്ക് ആ തീരുമാനം മാത്രമാണ് കാരണം. ഭക്തരെ, സ്വയം തുടയ്ക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളുമായിരിക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ. ഭക്തരെ, നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അവർ കഥകൾ കേട്ടിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിന് തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല. ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിൽ. എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നിങ്ങളെ തേടിയെത്താതിരിക്കില്ല. ലോകത്തിൽ പലവിധം കലഹങ്ങളുണ്ടെങ്കിലും അനുസരണയില്ലാത്ത സ്വന്തം മനസ്സിനോട് കലഹിക്കുന്നതിനോളം ക്ലേശം മറ്റൊന്നുമില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.